ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഈ ഡോറാരെ തുറന്നിട്ട് സൂര്യ സാർ കാറെടുത്ത് എവിടെയോ പോയിരിക്കാം. യതീന്ദ്രൻ സാറിനെ വിളിക്കാം. ആരതി, കരയാതെ. ഡോക്ടർ എന്താ പറഞ്ഞ? ഞാൻ നിന്നെ വിളിച്ചതിന് ശേഷം ആരും ഒന്നും പുറത്തേക്ക് വന്നിട്ട് പോലുമില്ല. എന്താ ശരിക്കുള്ള അവസ്ഥ എനിക്ക് അറിയില്ല നന്ദിനി. മോളെ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. വിവേക് എനിക്ക് സൂര്യയുടെ സ്ഥാനത്ത് തന്നെയാ. അവന്റെ ചികിത്സയ്ക്ക് ഒരു കുറവും ഉണ്ടാവില്ല. മോള് ധൈര്യമായിട്ടിരിക്കെ. ഏട്ടൻ എവിടെ നന്ദിനി? സാറ് രാത്രി ഇങ്ങോട്ടോ പോയതാ. വിളിക്കാന്ന് വെച്ചതാ. ഫോൺ എന്റെ കയ്യിലിരിക്ക. മോളെ, ഞാൻ ഡോക്ടറോടൊന്ന് ചോദിച്ചോ. ഏതെങ്കിലും കൂട്ടുകാർ വിളിച്ചതായിരിക്കും. അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിവേകത്തിന് കിടന്ന് ഉറക്കം വരില്ല. അങ്ങനെ എങ്ങാണ്ട് എഴുന്നേറ്റ് പോയതാ. ഡോക്ടർ, വിവേകൻ എങ്ങനെയുണ്ട്? നിങ്ങൾ? ഐ എം യതീന്ദ്രദാസ്, വിവേകന്റെ മകന്റെ സുഹൃത്താ. നിലവിൽ കണ്ടീഷൻ അല്പം മോശമാണ്. പരുക്ക് തലയ്ക്കാണ്. ബ്ലഡ് ഒരുപാട് ലോസ് ആയിട്ടുണ്ട്. എമർജൻസി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ബ്ലഡ് കൊടുക്കേണ്ടി വരും. വിവേകിന്റെ ഗ്രൂപ്പ് AB നെഗറ്റീവ് ആണ്. ഞങ്ങൾ സാധ്യമായ എല്ലാ വഴികളും നോക്കി. റയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഈ നേരം വരെ ഒരാളും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ AB നെഗറ്റീവ് ബ്ലഡ് സംഘടിപ്പിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു ഡോണറെങ്കിലും വന്നാലേ ഞങ്ങൾക്കിത് പ്രൊസീഡ് ചെയ്യാൻ പറ്റൂ. ഡോക്ടർ, എന്റെ മകന് സെയിം ബ്ലഡ് ഗ്രൂപ്പാ. എങ്കിലും എത്രയും പെട്ടെന്ന് അയാൾ വരുത്തു. ഡോക്ടർ, അവനിപ്പോ എവിടെയാണെന്ന് ഒരു വിവരമില്ല. രാത്രി പോയതാ. സി മിസ്റ്റർ യതീന്ദ്രദാസ്, എങ്ങനെയെങ്കിലും അയാളെ ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കൂ. ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ ആളെത്തിയേ പറ്റൂ. ഓക്കെ. ആരതി, ടെൻഷൻ ആവാതെ. വിവേകിനൊന്നും സംഭവിക്കില്ല. സാർ, സൂര്യ സാറിന് എങ്ങനെ കണ്ടുപിടിക്കാം? എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല മോളെ. എവിടേക്കാണാവോ അവൻ പോയിരിക്കുന്നത്? ആരതി, വിഷമിക്കേണ്ട. വിവേകിനൊന്നും സംഭവിക്കില്ല.